എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ദിവസവും ഉന്മേഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ നല്ല ഹെൽത്തും ഫിറ്റ്നസ്സും അനിവാര്യമാണ്. ഇന്നത്തെ കാലത്ത് പഠനത്തിനോടൊപ്പവും ജോലിയോടൊപ്പവും ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊന്ന് തന്നെയാണ് സ്പോർട്സ്. കാരണം സ്പോർട്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, കൂടാതെ ആത്മവിശ്വാസവും അച്ചടക്കവും ഭാവിയിൽ വലിയ ജോലി സാധ്യതകളുമുള്ള മറ്റൊന്നു തന്നെയാണ് സ്പോർട്സ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ഈ ഫീൽഡിൽ ഏറ്റവും റിനൗഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നീൽഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആൻഡ് നീൽഗിരി ഗോൾഡൻ ഗോൾ സ്പോർട്സ് ആൻഡ് ഹെൽത്ത് കൺസൾട്ടേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ആൻഡ് UAE. ഈ കമ്പനിയുടെ മേധാവിയുമായ ഡോക്ടർ സരൽ വർഗീസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. വളരെ വേറിട്ടൊരാശയം, ഈ ഒരു ജേണിയുടെ എഫേർട്സ്, എക്സ്പീരിയൻസ് എല്ലാം കേൾക്കാൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സർ? ഓക്കെ. സോ ഇത്രയും ലൈഫിൽ ഞാൻ കണ്ടുവച്ച ഒരുപാട് പേഴ്സണാലിറ്റീസിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സാർ. സോ എങ്ങനെയാണ് സാർ നമ്മൾ ലൈഫ് നയിക്കേണ്ടത്? എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണ്ടത്? കാരണം ജോലിയും ജീവിതവും ഇംബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ആളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഏജ് വരെയാണ് ജീവിച്ചിരിക്കുക. അതിനൊരു 3 കാലഘട്ടം നമുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ കൂടെ ആളുകൾ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ആളുകൾ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കണ അവസ്ഥയാണ് നമുക്ക് സ്വാഭാവികമായിട്ടുള്ളത്. ശരിക്കും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഏണിങ് കിട്ടുകയും അത് വെച്ചിട്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഫാമിലിയെയും നമ്മുടെ എല്ലാ ആളുകളെയും എല്ലാം സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കഴിയുമ്പോഴാണ് നമുക്കതുകൊണ്ട് യൂസ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 കാലഘട്ടമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ 3 കാലഘട്ടത്തെ കണ്ട് നേരത്തെ ഒരു മിഷൻ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെന്നെടുത്തുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളും ഒക്കെയാണ് നമ്മൾ പല മേഖലകളിലേക്ക് എത്തിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലേണിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ അവിടെ ഉള്ള അധ്യാപകരുമായിട്ടും അതുപോലെ ഫ്രണ്ട്സുമായിട്ടുമുള്ള സൗഹൃദങ്ങൾ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് നമുക്ക് ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുക. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അതൊക്കെ മറന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മൾ. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ച പോലെ സൗഹൃദമാണ് നമ്മൾ പല ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച കോഴിക്കോട് സർവകലാശാലയിലാണ്. ഏകദേശം 11 വർഷത്തോളം എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പും ആ ഒരു സൗഹൃദമാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ എന്നെ ആക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റിട്ടയർമെൻറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളൊരു 40 വയസ്സ് കഴിയുമ്പോൾ ശരിക്കും ഒരു വാളണ്ടറി റിട്ടയർമെൻറ്റിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ശരിക്കും ജോലിയിൽ നിന്ന് റിട്ടയർമെൻറ്റിനെക്കാട്ടപ്പുറം ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ്മാനെ സംബന്ധിച്ച് എല്ലാ സ്പോർട്സ് പേഴ്സണും റിട്ടയർമെൻ്റ് ഉണ്ട്. കാരണം സ്പോർട്സ് പേഴ്സണ് 40 വയസ്സ് വരെയാണ് അവർക്ക് പെർഫോമൻസിലൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലകളിലേക്ക് നമ്മൾ റിട്ടയർമെൻറ്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് പറയുന്നത്, നമ്മളൊരു മിഷൻ സെറ്റ് ചെയ്ത് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പൂർണ്ണമായ രീതിയിൽ വേറിട്ട രീതിയിലേക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാകുമ്പോൾ നമ്മുടെ ഫാമിലിയും വളരും, നമ്മുടെ കൂടെയുള്ള ആളുകളും വളരും, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതാണ്. സാറിൻ്റെ പിതാവിൻ്റെ പേരിൽ, അതായത് നമ്മൾ വർഗീസ് മാസ്റ്ററിൻ്റെ പേരിൽ നമ്മൾ എരുമാട് സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സിൽവർ ജൂബിലി ഗേറ്റും കൂടാതെ ലൈബ്രറിയും സ്കൂളിനായി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ പുറകിലുള്ള ഒരു ആശയം എന്തായിരുന്നു? ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച സ്കൂളാണ് എരുമാട് പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. ഞാൻ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഫാദറിൻ്റെ ക്ലാസ്സിലിരുന്നിട്ടാണ് ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളുമായിട്ട് എനിക്ക് വളരെയധികം ആത്മബന്ധമുണ്ട്. ഏറ്റവും കൂടുതൽ ഫാദർ വർക്ക് ചെയ്ത സ്കൂളും ആ സ്കൂൾ തന്നെയാണ്. ഏകദേശം 25 വർഷത്തോളം അവിടെ വർക്ക് ചെയ്യും, ഹെഡ് മാസ്റ്ററായിട്ട് അവിടെ നിന്ന് ഇതും ചെയ്തു. പക്ഷേ എല്ലാവരും നമുക്കറിയാം, എല്ലാവരും പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിൽ പിന്നെ അങ്ങനെ പോകാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫാദർ 2011 നമ്മളിൽ നിന്ന് വേർവിട്ട് പോയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അപ്പോൾ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷേ അന്ന് ആലോചിച്ച ഒരു കാര്യമാണ്,
ഏറ്റവും കൂടുതൽ പിതാവ് വർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നടത്തുന്നത്. അങ്ങനെയാണ് ഒരു സിൽവർ ജൂബിലി ഗേറ്റ് നമ്മൾ തുറന്നു. സാധാരണ നമുക്കൊരു കുട്ടികൾ കടന്നു വരുമ്പോൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് നമ്മളെ ഗേറ്റാണ്. ആ ഗേറ്റിലൂടെ കടന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറ്. അതിൻ്റെ ഒരു മാനദണ്ഡമാണ് ഞാൻ അതിൽ കണ്ടത്. രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ കൺസൾട്ടേഷൻ കമ്പനീൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് രണ്ടാമത് വേണ്ടത് എന്താ? അറിവാണ്. അപ്പോൾ അറിവിന് ഏറ്റവും പ്രധാനമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ ഫാദറിൻ്റെ പേര് തന്നെ ഒരുപാട് ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബുക്സുകളൊക്കെ കുറേ നമ്മൾ അതിലേക്ക് സംഭാവന ചെയ്യുകയും വേറെ ബുക്കുകളൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഒരു ലൈബ്രറി നമുക്കതിലേക്ക് ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ ഫാദർ വർക്ക് ചെയ്ത സ്കൂളും എന്നതിന് കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ആ സ്കൂളിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്പോർട്സും അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 വർഷം കൊണ്ട് തന്നെ ആ സ്കൂളിനെ ആ ഒരു മേഖലയിൽ തന്നെ എത്തിക്കണമെന്നാണ് നമുക്കാണ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആശയം. പിന്നെ നമുക്ക് കുറേ സമ്പാദ്യമോ പണം ഉണ്ടായാലും മാത്രം കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇനി ഹോണർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവർ ഈ ലോകത്തില്ലാത്ത സ്ഥിതിക്ക് പക്ഷേ എല്ലാവരും അത് മറക്കുന്ന ഒരു സ്വഭാവം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പൊസിഷനിലും ഒരുപാട് വലുതായി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചത് വലിയൊരു മാറ്റത്തിന് ഇതായി. പക്ഷേ ഏറ്റവും വലിയൊരു വിഷമം കൂടി ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. ഫാദർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാവുന്നു എന്നുള്ളതുണ്ട്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു വിഷമത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഉള്ള കുട്ടികൾക്ക്, ഒരുപാട് വായിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ആ ലൈബ്രറിയും കൊണ്ടും അതുപോലെ അവിടുത്തെ പ്രവർത്തനം കൊണ്ടും ഉപകാരപ്പെടുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം നടന്ന കാര്യം. ഗ്രേറ്റ് സർ. ഒരു പക്ഷേ സാറിൻ്റെ പാരൻ്റ് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഹാപ്പി ആയേനെ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മക്കൾക്ക് സാർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒന്ന് വലുതാകുമ്പോഴത്തേരും പാരൻസിനെ മറക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ബട്ട് സാറ് ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ് ഈ ഒരു മൊമെൻറ്റിൽ. ഗ്രേറ്റ് സർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രൗഡ് മൊമെൻറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനും ഒരു നീലഗിരി കോളേജ് വിദ്യാർത്ഥി തന്നെയാണ്. സോ നീലഗിരി കോളേജ് നമ്മൾ 2012 തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2017 ഞാൻ 2017 ജോയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അറിഞ്ഞിരുന്ന ഒരു കോളേജായിരുന്നു നീലഗിരി കോളേജ്. എന്നാൽ 2020 ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ കേരളം, തമിഴ്നാട്, അതിനപ്പുറം ഇന്ത്യയോളം അറിയപ്പെടുന്ന ഒരു കോളേജായി അത് മാറി. പക്ഷെ എനിക്കറിയാം 2012 തൊട്ട് സാറാ കോളേജിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് വരെ സാറാ കോളേജിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നീലഗിരി കോളേജ് അലുമിനി അസോസിയേഷൻ വരെ സാറ് ഞങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പ് ചെയ്തു. സോ കോളേജിൻ്റെ ഓരോ വളർച്ചയിലും സെറിൽ സാറിൻ്റെ പേര് എന്നും ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ നെഞ്ചിലും എന്നും സാറിൻ്റെ പേരുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ കോളേജിൻ്റെ കൂടെ നിൽക്കാനും, വൈ നോട്ട് അതർ കോളേജ് ബട്ട് വൈ ഓൺലി നീലഗിരി കോളേജ്? നീലഗിരി കോളേജ് സംബന്ധിച്ച് എനിക്ക് പറയാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ടേൺ പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നീലഗിരി കോളേജ് എന്ന് പറയുന്നത്. ഞാൻ 2012 കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, കയ്യുന്നിയാണ്. അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോണി കല്ലുപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ അച്ഛനുണ്ട്. അച്ഛനാണ് എന്നെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് കോഴ്സ് കഴിഞ്ഞിട്ട്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത്. അതിനുശേഷം 2012 നീലഗിരി ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ നാട്ടിൽ ഒരു സ്പോർട്സ് മേഖലയിലെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അതിനൊരു അക്കാഡമി വേണം, അതിനുള്ളൊരു ടീം നമുക്ക് ഉണ്ടാകണം. അല്ലാണ്ട് നമ്മൾ പുറമെ എവിടെയും ജോലി ചെയ്ത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 40 വയസ്സ് കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതുണ്ട്. അങ്ങനെയാണ് ഞാൻ നീലഗിരി കോളേജിൽ എത്തുന്നത്. എനിക്ക് നീലഗിരി കോളേജിനെ സംബന്ധിച്ച് ഒരു 3 ഘട്ടമായിട്ട് എനിക്ക് തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാനത് അടുത്തറിയുന്നത് കൊണ്ട് എനിക്കത് പറയാൻ ഇരിക്കാൻ കഴിയില്ല. അത്ര വലിയ ഒരു ബന്ധമുണ്ട്. 1-ാം ഘട്ടം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കോളേജ് അവിടെ വന്നെന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് പ്രിയപ്പെട്ട നാസറാജി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ആണ് ആ കോളേജ് 2012 അങ്ങനെ വരാനുള്ള ആശയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അതിനുശേഷം അത് മുന്നോട്ട് പോയി. 2-ാം ഘട്ടം വന്നു, വേറെ ഒരു ഇതാണ് ഏറ്റെടുത്ത് TP മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് കോളേജിനെ ഏറ്റെടുത്തത്. അതും അങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഈ സ്പോർട്സ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു, ഗ്രൗണ്ട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെയാണ് നമുക്കറിയാം, ശരിക്കും പറയാം, നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാടിനും അനുഗ്രഹമായിട്ടുള്ള രീതിയിലാണ് എത്രയും പ്രിയപ്പെട്ട നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും ഒരു നല്ല പ്രഭാഷകനുമായ ഡോക്ടർ റാഷിദ് ഗസാലി 2017 ക്യാമ്പസിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചത് വളരെ ഒരു
വലിയൊരു മുതൽക്കൂട്ടായി മാറി. കാരണം വെച്ചാൽ നമ്മുടെ ആശയത്തെ പങ്കുവെച്ചാൽ അത് നടത്തും എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. 2017 തൊട്ട് അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം ആ ക്യാമ്പസിൻ്റെ ഒരു ചേഞ്ചസ് വളരെ നോക്കി കണ്ടിട്ടുള്ള ആളാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു വളർച്ച ഈ 2012 തൊട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങൾ നമുക്കെടുത്ത് അതാണ് ഞാൻ ഈ 3 ഘട്ടങ്ങളായിട്ട് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതിനുശേഷം അത് വലിയ രീതിയിൽ അത് അറിയപ്പെട്ടു. ഇന്ത്യക്ക് പുറത്ത് പോയി നമ്മുടെ സ്പോർട്സ് മേഖലയിൽ ആശയങ്ങൾ പങ്കുവെച്ചപ്പോൾ റാഷിദ് ഗസാലി സാറാണ് അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാക്കിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ തന്നു, അതിൻ്റെ ഫെസിലിറ്റീസ് തന്നു, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാണ് നീലഗിരി കോളേജ് സ്പോർട്സ് അക്കാഡമി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നത്. അത് വരുന്ന സമയത്ത് നമ്മൾ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എരുമാടിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്. അവിടെ പ്രിയപ്പെട്ട നമുക്കറിയാം ഇന്റർനാഷണൽ ഇന്ത്യൻ പ്ലെയർ CS അഭിത്തിൻ്റെ ഫാദർ CS സത്യൻ സാർ അടക്കമുള്ള ടീമംഗങ്ങൾ സാറുമായിട്ട് സംസാരിക്കുകയും സാർ അത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും തന്നുകൊണ്ടാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി തീർന്നത്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു കരിയറിലെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയത് അവിടെ നിന്നാണ്. ഞാൻ വിദേശ യാത്രകൾ സഞ്ചരിക്കാൻ തുടങ്ങിയതും ഇതിനെക്കുറിച്ചുള്ള ആശയം പങ്കുവയ്ക്കാനൊക്കെ തുടങ്ങിയത് അതിനുശേഷം. അപ്പോൾ എല്ലാത്തിനും ഞാൻ ശരിക്കും ഒരു മാനേജിങ് ഡയറക്ടറുടെ അപ്പുറം എൻ്റെ ഒരു ബ്രദർ എൻ്റെ തുല്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നു. എന്ത് കാര്യം ഡിസ്കസ് ചെയ്യാം, എന്ത് കാര്യം സംസാരിക്കാം, നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ച് ആദ്യം തൊട്ട് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നെ ആദ്യം മുതൽ ഞാൻ എത്തിയപ്പോൾ മുതൽ ഇപ്പോൾ അവസാനം വരെയുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്താലും അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാറുണ്ട്. അത് ഞാൻ മറക്കാറില്ല. കാരണം നമുക്കിതൊക്കെ ചിലപ്പോൾ നാളെ അവസാനിക്കും, ജോബും കാര്യങ്ങളൊക്കെ അവസാനിക്കും. പക്ഷെ അവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കണമെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹം നിലനിർത്തുന്ന രീതിയിലുണ്ടാവും. അങ്ങനെയാണ് നീലഗിരി കോളേജിലേക്ക് വന്നത്. ഇപ്പോൾ നീലഗിരി കോളേജ് ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ രീതിയിൽ പ്രത്യേകിച്ച് അമൃതയെ സംബന്ധിച്ച് ഒരുപാട് പറയാൻ കഴിയും. കാരണം അവിടുത്തെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ബെസ്റ്റ് അലുമിനി ആയിരുന്നു, എൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാണാം. എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അലുമിനീസാണ്. ഏത് മേഖലയിൽ ചെന്നാലും അലുമിനീസ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമുക്കൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഒരു കൺസൾട്ടേഷൻ കമ്പനിയിലേക്ക് എത്തി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നീലഗിരി കോളേജ് തന്നെ. അവിടുന്ന് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. ഗ്രേറ്റ് സർ. ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ എപ്പോഴും നമ്മൾ ലൈഫിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സാർക്ക് ഒരു ചെറിയൊരു ഫീൽഡ് തന്നപ്പോൾ തന്നെ സാറിൻ്റെ 100% അവിടെ കാണിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ഈ ഒരു റിസൾട്ടിലെത്തിയത്. ഗ്രേറ്റ് ഫോർ ദാറ്റ്. സോ സാറിപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ജോണി ഫാദറിനെ കുറിച്ച് പറഞ്ഞു, സേക്രഡ് ഹാർട്ട് സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. അതെ, ഞാൻ ഈ പറഞ്ഞ പോലെ സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. സോ അപ്പോൾ തൊട്ടേ ഞാനും സാറിനെ കാണുന്നുണ്ട്. അപ്പോഴും സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നൊരു ഫാക്കൽറ്റിയാണ്. കൂടാതെ നീലഗിരി കോളേജിൽ വന്നപ്പോഴും സാറ് വീണ്ടും ഫിസിക്കൽ എഡ്യൂക്കേഷനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് സാറിൻ്റെ ലൈഫിൽ ഓരോ ടേൺ ഓവേഴ്സിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കായിക മേഖല തന്നെ കാര്യമായിട്ട് എടുത്തതും എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ തന്നെ സാറ് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്താണ് സാർ? എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ ഫാദർ ഒരു അധ്യാപകനാണെങ്കിൽ പോലും അതൊരു കരാട്ട അന്നത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ബെൽറ്റുള്ള ഒരു വ്യക്തിയാണ്. സ്പോർട്സിനെ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് നമ്മുടെ പ്രദേശത്തിലെ ആളുകൾക്ക് അറിയാം. എരുമാട് പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് സ്വന്തമായിട്ട് കൊണ്ടുപോയി വെട്ടി അവിടെ വോളിബോൾ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള യുവതാരേൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മോനാകുമ്പോൾ സ്പോർട്സ് എന്നുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ കരാട്ടെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഞാൻ 8ാം ക്ലാസ് തൊട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഞാൻ 9, 10 ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തി. ഷിറ്റോറി ഇൻ്റർനാഷണൽ, അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് കരാട്ടയിൽ മണി മാസ്റ്റർ ആയിരുന്നു, എരുമാട് സ്കൂളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് നമുക്കൊരു ഇതുണ്ട്, സ്പോർട്സിലുണ്ട്. പിന്നെ ഞാനത് ഫുട്ബോളിലേക്ക് കുറച്ച് തിരിഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ആദ്യമായിട്ട് ഒരു ഫാദർ ഒരു ഫുട്ബോൾ മേടിച്ചു തന്നു. ആ ഫുട്ബോൾ വന്ന് നമ്മൾ ആദ്യം കളിച്ച സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിലൊരു ചില്ലുണ്ട്. അപ്പോൾ ആ ചില്ലാണ് ആദ്യം പൊട്ടിച്ചത്. സാധാരണ നമുക്കറിയാം ചില്ല് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇനി നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ. അപ്പോൾ അത് പറഞ്ഞ് പൊട്ടണേ പൊട്ടിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള, അതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഫുട്ബോളാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഫുട്ബോളാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ വണ്ടിയിലും ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഫുട്ബോൾ ഉണ്ടാവും. കാരണം അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് സൂക്ഷിക്കപ്പെടുന്നത്. എപ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലാണ് ഞാൻ കരാട്ടയിൽ വന്നു. അതിനുശേഷം ഫുട്ബോളിലേക്ക് വന്നു. 8ാം ക്ലാസ് തൊട്ട് ഞാൻ എരുമാട് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. അവിടെ പോയിട്ട് ബൂട്ട് കെട്ടാൻ തുടങ്ങി. +2 വരെ കളിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും പോയിട്ടാണ് ഞാൻ കോഴിക്കോട് സർവകലാശാലയിലേക്ക് എൻട്രൻസിലാണ് എത്തുന്നത്. പക്ഷെ അന്ന് ഞാൻ ഫാദറിനോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ കളിക്കാൻ പോയതിന് തല്ലി കിട്ടിയ വ്യക്തി ഞാനായിരുന്നു. കാരണം എൻ്റെ ഫാദറിനോട് ഏറ്റവും കൂടുതൽ തല്ലി കിട്ടിയിട്ടുണ്ട്. കാരണം മമ്മിയാണെങ്കിൽ തല്ല് മേടിക്കാണ്ടിരിക്കാൻ ശ്രമം നടത്തുമ്പോൾ ഫാദറിൻ്റെ അടുത്ത് തല്ല് മേടിക്കും. അത് ഞാൻ തുറന്നു പറയാനുള്ള കാരണം
ചിലപ്പോൾ ആ തല്ലായിരിക്കും എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്തിയത്. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ കുട്ടികൾക്ക് അത് കിട്ടില്ല. ആ ഒരു ചേഞ്ചിൽ നിന്നാണ് ഞാൻ ഫാദറിനോട് പറഞ്ഞൊരു കാര്യം, ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ സ്പോർട്സ് ഉള്ള കോളേജിൽ മാത്രമേ പഠിക്കൂ. അപ്പോൾ ഫാദർ പറഞ്ഞു എവിടെ സ്പോർട്സ് ഉള്ള കോളേജ് അവിടെ നമ്മൾ തപ്പി പിടിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ VP.Ed ഒരു സീറ്റുണ്ട് എന്ന് കാണുന്നു. അങ്ങനെ ലാസ്റ്റ് സീറ്റിന് വേണ്ടിയിട്ടാണ് ഞാനും ഫാദറും കൂടെ അവിടെ പോകുന്നു. അവിടെ എൻട്രൻസ് എഴുതുന്നു. എൻട്രൻസിൽ എനിക്ക് കിട്ടി. ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ പാസ്സായി. അങ്ങനെയാണ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് അവിടെ ചെയ്യുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ. പക്ഷെ അതിനുശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ 2007 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അപ്പോഴാണ് നിങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻ്റ്. സെക്രട്ടേറിയറ്റിൽ വന്നു ഒരു വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് PG ലെവലിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ അവിടുന്ന് റിലീവ് ചെയ്തിട്ടാണ് PG ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ ഓഫ് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഒരു പാഷൻ ഏറ്റവും വന്നത്. സ്പോർട്സ് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ കാണുന്ന പോലെ സ്പോർട്സിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോൾ ഉരുട്ടി നടക്കുക എന്നുള്ളൊരു ഇതാണ് എല്ലാവരുടെയും ഇതിലുള്ളത്. പക്ഷെ അതല്ല, ഏകദേശം 26-27 പേപ്പറുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം. അതുപോലെ ഫിസിയോളജി തൊട്ട് അനാട്ടമി തൊട്ട് എല്ലാ മേഖലയിലുള്ള പേപ്പറുകൾ പാസ്സാവണം. ഈ പാസ്സായതിന് ശേഷമാണ് നമ്മളിത് വരുന്നത്. ഇത് തിയറിറ്റിക്കലായിട്ടും പഠിക്കുക. ഇപ്പോൾ എല്ലാവർക്കും നമുക്കറിയാം, രാവിലെ എണീച്ച് 6 മണിക്ക് നമ്മൾ ഗ്രൗണ്ടിൽ പോകണം. 9-10 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരും. 10 മണിക്ക് വന്നിട്ട് പിന്നെ തിയറി ക്ലാസ്സിന് പോകണം, പിന്നെ റെസ്റ്റ് എടുക്കണം. 4 മണിക്ക് പിന്നെയും പ്രാക്ടിക്കൽ പോകണം. ഇങ്ങനെയാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ 3 വർഷം അത് കംപ്ലീറ്റ് ചെയ്തു. PGയും കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ ലെവലിലേക്ക് എത്താനുള്ള തീരുമാനമായത്. അങ്ങനെ എനിക്ക് PG കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ KP മനോഹർ സർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വേറൊരു മെൻറ്ററാണ്. അദ്ദേഹമാണ് എന്നോട് പറയുന്നത് PhD രജിസ്റ്റർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു ജൂനിയർ അല്ലേ, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? എൻട്രൻസ് എഴുതണമെന്ന് പറഞ്ഞ് എൻട്രൻസ് എഴുതുന്നു. അങ്ങനെയാണ് കിട്ടുന്നത്. 2012 ഞാൻ PhD രജിസ്ട്രേഷൻ ചെയ്തു. 2024 ഞാൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 6 വർഷത്തോളം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആയത്. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ എടുക്കുന്ന സ്റ്റഡി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലും പബ്ലിഷിനത് പന്തല്ലൂർ ഗുഡ്ലൂർ താലൂക്കിലെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന സ്റ്റഡി ആയിരിക്കണം. അങ്ങനെയാണ് ഗവൺമെൻറ് ഓർഡറിലാണ് ഡാറ്റ കളക്ഷൻ പൂർത്തിയായത്. SDIT ഊട്ടിയിൽ നിന്നാണ് ഞാൻ ഡാറ്റ കളക്ഷൻ പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ അതുകൊണ്ടാണ് 6 വർഷം എടുത്തത്. പക്ഷെ ആ സ്റ്റഡി നടന്നാൽ പോലും എനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഇപ്പം ചെയ്യുന്നതാണ് അതിൻ്റെ റിസൾട്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ലിറ്ററസി ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് ശരിക്കും PhD സ്റ്റഡി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ PhD എല്ലാവരും ചെയ്യും. പക്ഷെ ആ PhD ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ അടുത്ത മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനത് പ്രാവർത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതും. പക്ഷെ അന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു ഇതിൻ്റെ ഒരു മാസ്റ്റർ ലെവലിലേക്ക് എത്തണം. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഫിസിക്സ് ടീച്ചറെ മാത്രമേ അറിയുള്ളൂ. അതല്ല, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ISL അങ്ങനെയുള്ള മാച്ചസ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം, നല്ലൊരു ഫിസിയോ വേണം, നല്ലൊരു സൈക്കോളജിസ്റ്റ് വേണം. ഇതൊക്കെ ഇതിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീൽഡിലേക്ക് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ റിസ്ക് എടുക്കണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും പറയുള്ള, ഈ ബോളിൽ എയർ നിറച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. ആ എയർ എന്ന് അവസാനിക്കുന്നു അന്ന് നമ്മൾ അവസാനിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബോളിൻ്റെ കാറ്റ് എന്ന് പോകുന്നു അന്ന് നമ്മൾ അവസാനിക്കും. പക്ഷേ അതൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അത് ഞാൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഒക്കെ കൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ പാരൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ എനിക്ക് ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ പറയുകയാണ് ഇത് കുറച്ച് ഇതാക്കാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞാൽ, സാറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, കാരണം വെച്ചാൽ സ്റ്റഡീസിന് ഏജ് ഒരു ലിമിറ്റേ അല്ല. കാരണം ഒരു PG കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ജോലിക്ക് കയറിയാൽ പിന്നെ സ്റ്റഡീസിലോട്ട് തിരിച്ച് നമ്മൾ പോവാറില്ല. ബട്ട് സാർ അത് കഴിഞ്ഞിട്ടും PhD ഫോർവേഡ് ചെയ്തു, ചുറ്റിനുള്ള സൊസൈറ്റിക്ക് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഓഫ് കോഴ്സ് സർ, യു ആർ റിയലി എ ഗുഡ് ഇൻസ്പിറേഷൻ. സോ കായിക മേഖലയിൽ ഒരുപാട് യാത്രകൾ സാറ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോറിൻ ട്രിപ്സ് ആയിട്ടും, പിന്നെ നമ്മളെ CFL ഇറ്റാലിയൻ ക്ലബ്, കൂടാതെ ദുബായ്, ലക്ഷദ്വീപ് യാത്രകൾ. എങ്ങനെയാണ് ഈ ഒരു ഫോറിൻ ട്രിപ്സിനെ അല്ലെങ്കിൽ ഫോറിൻ യാത്രകളൊക്കെ നോക്കി കാണുന്നത്? ശരിക്കും നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ആദ്യത്തെ ഒരു അക്കാഡമി, നീലഗിരി സ്പോർട്സ് അക്കാഡമി ഉണ്ടായ ശേഷം നമുക്ക് വിദേശ രാജ്യങ്ങളുമായിട്ടൊരു ടൈപ്പ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും പല ആളുകളും ഞാൻ സമീപിച്ചിരുന്നു. ഞാൻ ഈ CFFA എന്നുള്ളത് ഞാൻ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നതാണ്.
ഞാൻ ഫസ്റ്റ് ആദ്യം സെർച്ച് ചെയ്തത് UAE ഏറ്റവും ടോപ്പ് അക്കാഡമി ഏതാണ്. അങ്ങനെ മനസ്സിലായപ്പോഴാണ് CFF ഇറ്റാലിയൻ ക്ലബ്ബാണ് ഏറ്റവും ടോപ്പ് അക്കാഡമിയോടെ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഒരു ഡയറക്ടറാണ് ജൂലിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ കുറേ പഠിച്ചു. ഞാൻ അവർക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളിവിടെ ഒരു അക്കാഡമി ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെയുള്ള ഇതിലൊന്നും അസോസിയേറ്റ് ചെയ്യില്ല, ഞങ്ങൾക്കത് കുറേ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മെയിൽ കൂടെ ഞാൻ അയച്ചു. ഇതിൻ്റെ പ്രപ്പോസലും ഇതൊക്കെ വെച്ച് ഞാൻ ചെയ്തു. അങ്ങനെ അവർ എനിക്ക് റിപ്ലൈ തന്നു, നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം, എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു അതൊന്നും നടക്കില്ല, ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, വിദേശത്തൊന്നും പോയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് പറയുന്നത് വെച്ചാൽ ഇരുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാക്കണം. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഞാനത് പ്രിയപ്പെട്ട MD ഡോക്ടർ റാഷിക സാലിസോട് സംസാരിച്ച്, സാർ ഇങ്ങനെ ഒരു ഇതിൻ്റെ അവസരമുണ്ട് നമുക്ക്. അപ്പോൾ സാറ് ധൈര്യമായിട്ട് പറഞ്ഞു നിങ്ങളൊരു അവസരം ഉണ്ടെങ്കിൽ വിട്ടുകളയരുത്, അതാണ് നമുക്ക് ഏറ്റവും വലുത് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സാറും ആ സമയത്ത് വിദേശത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇൻവൈറ്റ് ചെയ്തു, നമ്മളവിടെ പോയി. അങ്ങനെ ഞാനും സാറും കൂടിയിട്ടാണ് അവിടെ നമ്മളൊരു MOU സൈൻ ചെയ്യുന്നത്. ആ ഒരു ഫസ്റ്റ് CFF ക്ലബ്ബായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസോസിയേറ്റ് ചെയ്തു, അവരോട് ഒരുപാട് നിബന്ധനകൾ വെച്ച് അവരുമായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ മാച്ച് നമുക്ക് ഇന്ത്യയിൽ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവിടെ എത്തുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷണറി ലീഡർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ പ്രകാരമാണ് CFFA ആണ് അവർ പറയുന്നത് നമുക്കിവിടെ ഒരു ടൂർണമെൻറ്റ്, ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടത്തിയാലോ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടീം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ സൗഹൃദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാരണം. എൻ്റെ കൂടെ പഠിച്ച ഏകദേശം 15ഓളം പേര് ലക്ഷദ്വീപുകാരാണ്. അവരെല്ലാം കോച്ചസാണ്, അതായത് മിനിസ്ട്രീൻ്റെ കോച്ചസായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ആശയമുണ്ട്, നമ്മളിങ്ങനെ ടൂർണമെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ ടീം അവിടെ വരാൻ പറ്റും. അപ്പോൾ പറഞ്ഞ് അവർ മെയിൽ ചെയ്യും, ഞങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷദ്വീപിൽ നിന്ന് അവരിവിടെ ടീമിനെയും കൊണ്ട് വരുന്നത്. അത് നമ്മൾ അറിയപ്പെടുന്ന, കേരളത്തിലെയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റായി മാറി. KSCFയും അതുപോലെ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ അതിൽ കളിച്ചു. KSCB കളിച്ചിട്ടുണ്ട്, അതിൽ കേരള പോലീസ് കളിച്ചിട്ടുണ്ട്, IMBC അടക്കം നമ്മുടെ ക്യാമ്പസിൽ വന്നു. അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സും കളി കാണാൻ വന്നു. അവിടെ ആസിഫ് സഹീർ അടക്കം എല്ലാ ആളുകളും വന്നു. അതൊരു വലിയൊരു ഇതിലേക്ക് ഫെഡറേറ്റായിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് വിദേശത്ത് പോകാനുള്ള ഇത് കിട്ടിയത്. പിറ്റേ വർഷം അവരെന്നെ അങ്ങോട്ട് ക്ഷണിച്ചു, ടിക്കറ്റ് മിസ്സിൽ നിന്ന് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി ടൂർണമെൻറ്റ് നടത്തി, നീലഗിരി കോളേജിൻ്റെ പേരിൽ തന്നെ ടൂർണമെൻറ്റ് നടത്തി തിരിച്ചു വന്നു. ലക്ഷദ്വീപിൽ ഇതേപോലെ തന്നെ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ച് അവരുമായിട്ട് MOU ധാരണപത്രമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു. ലക്ഷദ്വീപിലെ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ നീലഗിരി കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അതിൽ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത് വെച്ചാൽ അടുത്ത വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ ഒരു അക്കാഡമി ഉണ്ട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിലൊക്കെ ചിലപ്പോൾ അവിടെ പോകാനും അവിടുത്തെ ട്രെയിനിങ് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികൾ അവിടെ എത്തിക്കാനൊക്കെ സാധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിദേശത്ത് അങ്ങനെയാണ് പോകാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിനനുസരിച്ച് നമ്മുടെ കൂടെ നീലഗിരി കോളേജ് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സമയത്ത് ലീവിൻ്റെ കാര്യം അതൊക്കെയുള്ള സമയത്ത് സാറ് ധൈര്യമായിട്ട് പോയിട്ട് പോകാം, അത് എന്ന് പറയുമ്പോൾ ഒരു മോട്ടിവേഷൻ നമ്മളുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിഷണറി ലീഡറിൻ്റെ വിജയമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഒരു ലൈഫിലെ അക്കാഡമിക് ആൻസറിൽ നോക്കുമ്പോൾ ഡോക്ടർ റാഷിക സാലി സാറും സ്പോർട്സിൻ്റെ ഒരു മെൻറ്റർ CS സത്യൻ സാറും ഞാൻ പറയാറുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് എത്താം. അങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഞാൻ സബിത്തിനോട് സംസാരിക്കുന്നു. ISL കളിച്ചിട്ടുള്ള ഇന്ത്യൻ പ്ലെയർ സബിത്താണ് ഇതിൻ്റെയൊക്കെ ബ്രാൻഡിങ് അംബാസിഡർ, കമ്പനീൻ്റെ ബ്രാൻഡിങ് അംബാസിഡർ സബിത്താണ്. അപ്പോൾ സബിത്തിനോട് സംസാരിക്കും, നമുക്കിത് ചെയ്യണം. സബിത്ത് വളരെ റിട്ടയർമെൻറ്റ് എടുത്ത് വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു നല്ലൊരു പ്രൊഫഷണലായിട്ട് 10 വർഷം കൊണ്ട് നമ്മുടെ കമ്പനീൻ്റെ പേരിൽ ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ടൂർണമെൻറ്റും നടക്കണം. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴും വിദേശത്തേക്ക് ഒരുപാട് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് വിദേശ യാത്രകൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചത്. ഈ പറഞ്ഞ പോലെ എല്ലാ ഫ്യൂച്ചർ എൻഡേവേഴ്സും സക്സസ്ഫുൾ ആവട്ടെ. ഒരുപക്ഷെ വിഷണറി ലീഡറിൻ്റെയും അക്കാഡമിക് ഹെഡിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ സാറ് എടുക്കുന്ന ആ ഒരു മുൻകൈ, സാറിൻ്റെ മേത്ത് അവർ വെച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ്, സാർ അത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാത്ത കൊണ്ട് അവർ സ്റ്റിൽ ചെയ്യണം. സോ ഇതൊക്കെ ഇനിയും മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ സാർ. ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് സാറിൻ്റെ വേർഡ്സിൽ നിന്ന് തന്നെ. സോ ഗ്രേറ്റ്. യെസ്. അപ്പോൾ സാറിൻ്റെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് എങ്ങനെയാണ് 2 ഡോട്ടേഴ്സിൻ്റെയും സപ്പോർട്ട് എങ്ങനെയാണ് അവർ നോക്കി കാണുന്നത് സാറിൻ്റെ ഒരു ഫീൽഡിന്? ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് നമ്മുടെ മദറിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ ഫാദറിനെ സൂചിപ്പിച്ചതുപോലെ ഫാദറിൻ്റെ മരണശേഷം ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിലേക്ക് വന്നു.
അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹിച്ചരുത് എന്നുള്ളത് ഞാൻ പഠിച്ചു അതിൽ. കാരണം അത്രയും ഒരു സ്നേഹിച്ചൊരു വ്യക്തി നമ്മളിന്ന് വേർപെട്ട് പോയപ്പോൾ ഉണ്ടായ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് ഇത് ഉണ്ടാവണം എന്ന് തന്നെ പഠിപ്പിച്ചത് ആ ഇതാണ്. അപ്പം അതിനുശേഷം ഞാൻ വീട്ടിലാണെങ്കിലും എല്ലാവരോടാണെങ്കിലും അങ്ങനെ രീതിയിൽ തന്നെ, പക്ഷെ മദറിനോടാണെങ്കിൽ പോലും ആ പണ്ടത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു ചേഞ്ച് വരാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂടുതൽ സ്നേഹിക്കരുത്, ആരും സ്നേഹിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലെ എല്ലാവരും അതിനുശേഷം അങ്ങനെ തന്നെ. എനിക്കൊരു ബ്രദറാണ് ഉള്ളത്, ഒരു ബ്രദർ സിസ്റ്ററാണുള്ളത്. ബ്രദർ ദുബായിലാണുള്ളത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവർ ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ്. പക്ഷേ ബ്രദറിനോട് ഞാൻ അധികം കൂടുതൽ അങ്ങനെ സംസാരിക്കാറോ ഇടപെടാറൊന്നുമില്ല. പക്ഷേ ബ്രദർ തന്നെയാണല്ലോ, ആ സ്നേഹം എപ്പോഴും മനസ്സിലുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ആവശ്യത്തിന് വരുമ്പോൾ, ഫാദർ മരിച്ചതിന് ശേഷം ആവശ്യത്തിന് വരുന്ന സമയത്ത് കൃത്യമായിട്ട് എൻ്റെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യാനും ഏത് സമയത്തും നമ്മുടെ അടുത്ത് ഇടപെടാനൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ഉള്ളത് ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് കുംബ്ലേരി മീനങ്ങാടി സ്കൂളിലാണ്. ഒരു ഹസ്ബൻഡും വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ ഫാമിലിയെ കുറിച്ചാണ് എനിക്ക് പിന്നെ ഒരു അനുഗ്രഹം പോലെ കിട്ടിയത്. നമ്മുടെ സ്ഥാപനത്തിൽ നീലഗിരി കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വൈഫായിട്ടുള്ള ജിൻസി എന്നാണ് പേര്. തീർച്ചയായിട്ടും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്താണെന്നറിയാം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതാണ്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് പോയിക്കോ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. പക്ഷെ വരുന്ന സമയത്ത് കുട്ടികളോട് കൂടുതൽ സംസാരിക്കാനും ഇടപഴകാനൊക്കെ ശ്രമിക്കാറുണ്ട്. അവരും സ്പോർട്സിൽ ആക്റ്റീവ്. പിന്നെ ചെറിയ കുട്ടികളാണ്, അവർ വരുന്നുള്ളൂ, വളർന്നു വരുന്നുള്ളൂ. പക്ഷേ ആഗ്രഹമുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ സമയം ഈ പറഞ്ഞതുപോലെ ഞാനത് നുണ പറയുന്ന രീതിയിലാവും. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഇതാകേണ്ടി വരും, ഒരു സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇനി ഞാൻ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ 40 years കഴിഞ്ഞാൽ കൂടുതൽ സമയം അവരോട് കൂടെ സ്പെൻഡ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മളൊരു സാധനം ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്, കമ്പനി നടക്കുന്നത്. അതുകൊണ്ടാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇതിൽ ഫാമിലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ്, ഞാനിപ്പോൾ വിദേശത്ത് ഹെൽത്തിൻ്റെ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ഫാം ഉണ്ട്. അതിൽ ഒരു ഷാജി നരിക്കൊല്ലി എന്നുണ്ട്. അതായത് റേസ് ഹെൽത്ത് കെയറിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഷാജി നരിക്കൊല്ലി എന്ന് പറയും. അദ്ദേഹം അവിടുത്തെ വലിയൊരു ബിസിനസ്മാനാണ് ഈ മേഖലയിൽ, മെഡിക്കൽ മേഖലയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, റേസ് ടു സക്സസ് എന്നാണ് ബുക്ക്. അതായത് 38 വർഷം അദ്ദേഹം അവിടെ വർക്ക് ചെയ്ത് എഴുതിയ ബുക്കാണ്. ആ ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിന് ഇവിടെയാണ് ലോഞ്ച്, അമ്പലമുള്ള സ്കൂളിൽ വെച്ചിട്ടല്ലേ എഴുത്. പക്ഷെ ആ ഒരു ബുക്കിൽ നിന്നാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു കൺസൾട്ടേഷൻ ഫാമിലിയിലേക്കും ഇങ്ങനത്തെ ഒരു കമ്പനിയിലേക്കും കൂടുതൽ ഫോക്കസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് പ്രകാരം നമ്മൾ ഹെൽത്തിൻ്റെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇവിടെ ബത്തേരിയുള്ള മീരയിൽ പ്രിയപ്പെട്ട കമാൽ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജിങ് ഡയറക്ടർ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർട്സും ഹെൽത്തും റിലേറ്റഡ് ആണ്. നല്ലൊരു സ്പോർട്സ്മാനാണ്, നല്ല ഹെൽത്ത് ഉണ്ടാവും. നല്ല ഹെൽത്തുള്ള ആൾക്കാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സും ഹെൽത്തും രീതിയിലുള്ള കൺസൾട്ടേഷൻ കമ്പനി എന്ന് എത്തിയത്. പക്ഷേ ഈ കമ്പനിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നഫലമുണ്ട്. ഞാൻ മാത്രമല്ല, പ്രിയപ്പെട്ട സത്യൻ സാറിൻ്റെ മോൻ ശ്രീ സബിത്തുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു നല്ലൊരു ടീം നമ്മുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് നല്ലൊരു മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ഇതിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ടാണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാർ, അപ്പോൾ സാറിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഡേയ്സ് എല്ലാ പ്ലാൻസും നമ്മളായിട്ട് ഷെയർ ചെയ്തു. സാറ് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഓഫ് കോഴ്സ് എനിക്ക് ഷുവറാണ് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണെങ്കിലും സാറിൻ്റെ മനസ്സിലുണ്ടാകും. സോ എന്താണ് ഒരു നെക്സ്റ്റ് 5 year അല്ലെങ്കിൽ നെക്സ്റ്റ് 10 years ഇതാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് കാണുന്നത്, എന്തായിരിക്കും? നേരത്തെ സൂചിപ്പിച്ച പോലെ 2008 നമ്മൾ നീലഗിരി ഗോൾഡൻ സ്പോർട്സ് ഹെൽത്ത് കൺസൾട്ടേഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആലോചന ഉണ്ടായിട്ടുള്ളത്. 2008 അപ്പോൾ ഇപ്പോൾ 2026 അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു ഭാഗമാക്കാൻ പറ്റിയ നീലഗിരി കോളേജും സ്പോർട്സ് അക്കാഡമിയാണ് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. പല ക്യാമ്പുകളും നമ്മൾ അവിടെ നടത്തിയിരുന്നെങ്കിലും നമ്മൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു 10 years മിഷൻ ഉണ്ട് ഇതിന്. ഇത് യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അതായത് CS സബിത്ത് ബ്രാൻഡിങ് അംബാസഡർ ആയിട്ടുള്ള ESL പ്ലെയർ ആയിട്ടുള്ള സബിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച സത്യൻ സാറ്, അതുപോലെ ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള സലീം അടക്കമുള്ള ഒരു ടീം അംഗങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 10 years കൊണ്ട് ഈ ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഈ പ്രദേശത്ത് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കിനെ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് ഈ സ്പോർട്സ് മേഖലയെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ കോഴിക്കോട് സർവകലാശാലയുടെ ICSR പ്രോജക്റ്റിൻ്റെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററാണ് തമിഴ്നാട്ടിൽ. അങ്ങനെയാണ് 10 സ്കൂൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ വിമൻ എംപവർമെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നമ്മൾ ഗ്രൗണ്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഗേൾസ് ടീം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 ഇയേഴ്സും കൊണ്ട് നമുക്ക് മാക്സിമം എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ട്രൈബൽ പീപ്പിൾസിനെ, അതായത് നമ്മുടെ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കുട്ടികളുള്ള അവരെ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയും കിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് ഏകദേശം നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എല്ലാ കാറ്റഗറിയിലുള്ള ടീമിനെ ബിൽഡപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഭാവിയിൽ ഇപ്പോൾ സബിത്ത് കളിച്ച പോലെ നമ്മുടെ പ്രദേശത്തു നിന്നും ഇന്ത്യൻ പ്ലെയറായിട്ടൊക്കെ ഒരുപാട് പ്ലെയേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒരു ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഫസ്റ്റ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ അടുത്ത് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇത് വരും. ഇപ്പോൾ 2008 തൊട്ടുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെബ്സൈറ്റിൽ കൃത്യമായിട്ടുണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുക പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് നമ്മുടെ ഇതിൻ്റെ കൂടെയുണ്ട്. അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എരുമാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളൊരു സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രപ്പോസലായിട്ട് നമ്മൾ മിനിസ്റ്റർ ലെവലൊക്കെ നീങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അത് ഭാവിയിലൊക്കെ ഒരു സ്റ്റേഡിയമായിട്ട് വരികയും നമ്മുടെ കമ്പനിക്കും അതിൽ കൂടുതൽ പ്രയോജനകരമാക്കി നമ്മൾ അവിടുത്തെ അലുമിനിയനെ അവിടെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ നമുക്കറിയാം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഭാവിയിൽ അതൊരു യൂണിവേഴ്സിറ്റി ഒക്കെ ആയി മാറാനുള്ള ഇതാണ് ശരിക്കും റാഷിക സാലി സാറിൻ്റെ നേതൃത്വത്തിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് ഫെസിലിറ്റീസ് അവിടെയുണ്ട്. ഭാവിയിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങളൊക്കെ അവിടെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വിദേശ ക്ലബ്ബുകളൊക്കെ വരാൻ ഇനിയും ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു 10 ഇയേഴ്സും കൊണ്ട് തന്നെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ ഇതിലുള്ളൊരു മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ മിഷൻ എത്രയും പെട്ടെന്ന് സാർ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ റിയലിസ്റ്റിക് ആവട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു സർ. ഇന്നത്തെ കാലത്ത് പഠനത്തിനൊപ്പം സ്പോർട്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപക്ഷെ പണ്ടൊക്കെ സ്പോർട്സിൻ്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറെ നാടുകളും നഗരങ്ങളും തേടി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറിനെ പോലുള്ള വിഷനറീസ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്റ്റുഡൻസിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്പോർട്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രയോ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മളെ ചുറ്റും തന്നെ ഉണ്ട്. സോ സാറിനെ പോലെ ഓരോ വിഷനറീസും ടേക്കപ്പ് ചെയ്യുന്ന ഹാൻഡ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ ഫോളോ ചെയ്യുക. ഓഫ് കോഴ്സ് ജീവിതത്തിലും നിങ്ങൾക്കും ഇങ്ങനത്തെ ഫ്രൂട്ട്ഫുൾ മൊമെൻറ്റ്സ് ഉറപ്പാണേ ഉണ്ടാകും. സോ ഇന്നത്തെ ഈ കുറച്ച് എക്സ്പീരിയൻസും ഒരുപാട് എഫേർട്സും എന്നിട്ട് എടുത്ത എഫേർട്സിൻ്റെ ഗ്രേറ്റ് റിസൾട്ട്സും എല്ലാം നമ്മളെ കൂടെ ഷെയർ ചെയ്ത് നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്ത് നമ്മുടെ സരിൽ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് യു സ്റ്റാർട്ട് ടു ഇൻസ്പയർ എവറി വൺ ആൻഡ് ലെറ്റ് എവറി വൺ ഗെറ്റ് ഇൻസ്പയർഡ് ബൈ യു. താങ്ക് യു സോ മച്ച്.